നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരു കൊല്ലം ബാക്കി നിൽക്കെ തന്നെ UDFിൽ സീറ്റ് വിഭജനം സഖ്യകക്ഷികൾക്ക് വേണ്ടി നേരത്തെ തുടങ്ങാൻ ആലോചിക്കുകയാണ് കോൺഗ്രസ്. ഇതിൽ ഏറ്റവും വലിയ നേട്ടം കൊയ്തെടുക്കാൻ പോകുന്നത് ജോസഫ് ഗ്രൂപ്പാണ് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. ജോസഫ് ഗ്രൂപ്പിലേക്ക് കൂടുതൽ ആളുകൾ കടന്നു വരുന്നതോടുകൂടി അതിവിപുലമാകാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലേക്ക് അദ്ദേഹം നീങ്ങുകയാണ്. അതിൻ്റെ ഒരു സൂചന ഇതിനോടകം തന്നെ മോൻസ് ജോസഫ് വ്യക്തമാക്കിയതാണ്. പാർട്ടിക്ക് 2 MLA-മാരാണ് ഇപ്പോൾ നിലവിൽ ഉള്ളതെങ്കിലും വളരെ വൈകാതെ അത് 1 ഡസനോളം MLA-മാരായി കഴിയും എന്നുള്ളതിന് യാതൊരു തർക്കവും വേണ്ട എന്നാണ് മോൻസ് ജോസഫ് കൃത്യമായി പറയുന്നത്. കോട്ടയത്തും അതുപോലെ തന്നെ ഇടുക്കിയിലും PJ ജോസഫിന് വലിയ രീതിയിൽ ശക്തിയുണ്ട്. PJ ജോസഫിനെ സംബന്ധിച്ചിടത്തോളം കോട്ടയം തട്ടകമാക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു അഭിലാഷമായിരുന്നു. കോട്ടയം പാർലമെൻറ്റിൽ മത്സരിക്കാൻ വലിയൊരു ആഗ്രഹം പ്രകടിപ്പിച്ച് 2019 KM മാണിയുടെ സമ്മതം വാങ്ങിയതാണ്. എന്നാൽ അന്ന് ജോസ് കെ മാണി അള്ളുവെച്ചാണ് ആ സീറ്റ് നഷ്ടപ്പെടുത്തിയത്. അതിൻ്റെ ഒരു മധുര പ്രതികാരമാണ് ഫ്രാൻസിസ് ജോർജിലൂടെ കോട്ടയം പിടിച്ചെടുക്കുക വഴി ജോസഫ് ഗ്രൂപ്പ് നൽകിയ കടുത്ത തിരിച്ചടി. അതോടുകൂടിയാണ് ജോസ് കെ മാണിയുടെ കൂടെയുള്ള നേതാക്കളിൽ പലരും ഇനി UDFിലേക്ക് ചേക്കേറണമെങ്കിൽ ജോസഫ് ഗ്രൂപ്പിൻ്റെ കൂടെ നിൽക്കുന്നതാണ് ശരി. യഥാർത്ഥ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പാണ്, അതല്ലാതെ മാണി ഗ്രൂപ്പ് അല്ല. അത് ദുർബലപ്പെട്ടിരിക്കുന്നു. ചിഹ്നവും അധികാരവുമൊക്കെ കോടതി വിധി വഴി നേടിയെടുത്തെങ്കിലും മധ്യ തിരുവിതാംകൂറിലെ ജനത മുഴുവനായി PJ ജോസഫിൻ്റെ കീഴിൽ അടിയുറച്ചു നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ജോസഫിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചുവരവ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടത്താൻ കഴിയും എന്ന വിചാരമാണ്. 84-ാം വയസ്സിലേക്ക് കടക്കുകയാണ് PJ ജോസഫ്. ശതാഭിഷേകം ആഘോഷിക്കുന്ന വേളയിൽ പാർട്ടിയുടെ വിജയം കൂടി ആഘോഷിക്കണം എന്ന ആഗ്രഹമാണ് അണികൾക്ക് മുമ്പിൽ PJ ജോസഫ് വയ്ക്കുന്നത്. കൃത്യമായ നീക്കമാണ് ഇപ്പോൾ അതിനുവേണ്ടി നടത്തുന്നത്. മാണി കോൺഗ്രസിൽ വിള്ളൽ വീഴ്ത്താൻ അദ്ദേഹത്തിന് എളുപ്പത്തിൽ സാധിച്ചു എന്നുള്ളത് വ്യക്തം. പൊട്ടലും ചീറ്റലും അതിരൂക്ഷമായി കഴിഞ്ഞിരിക്കുകയാണ്. പാർലമെൻറ്റ് തോൽവിക്ക് ശേഷം തോമസ് ചാഴിക്കാടൻ പറഞ്ഞ ഒരു വാക്ക് തന്നെ അതിന് വ്യക്തം. ജോസ് കെ മാണിയുടെ പരാജയം കൂടിയാണ് ഇത്. തൻ്റെ മാത്രം ഉത്തരവാദിത്തമായി തലയിൽ കെട്ടിവെക്കരുത്. 2 തവണ കോട്ടയം MP ആയ ജോസ് കെ മാണി വാസ്തവത്തിൽ ഒന്നും ചെയ്യാത്തത് കൊണ്ടാണ് പാലായിൽ അദ്ദേഹം നാണം കെട്ട് തോറ്റത്. പാല ഉൾപ്പെടുന്ന കോട്ടയം ലോക്സഭയെ 2 തവണ ലോക്സഭയിൽ പ്രതിനിധീകരിച്ചിട്ടും ജോസ് കെ മാണിയെ പാലാക്കാർ തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ളത് വ്യക്തമല്ലേ എന്നാണ് അന്ന് ചാഴിക്കാടൻ മാധ്യമങ്ങളോട് പൊട്ടിത്തെറിച്ചുകൊണ്ട് പറഞ്ഞത്.